ഗുഡ് മോർണിംഗ്. നമ്മൾ 1500 എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. അത് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. 1501 ആയിരുന്നു ഇന്ന് സൺഡേ. എനിവേ ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു 50 എപ്പിസോഡ് തയ്ക്കാൻ പറ്റുമെന്ന് സംശയിച്ചാണ് തുടങ്ങിയത്. 50 തയ്ച്ചാൽ വലിയ ഭാഗ്യമെന്ന് ഓർത്തിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടും ഇത്രയും പറ്റി. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം കർത്താവ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ വലിയൊരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്പോസ് ചെയ്ത് വിറ്റു. ഒരു 100 കോടി രൂപ വിലയുള്ള പ്രോപ്പർട്ടി ആണെന്ന് കരുതുക. നമുക്കിവിടെ നല്ല ഏറ്റവും നല്ല ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ സിറ്റിയുടെ സെൻറ്ററിൽ ഒത്തിരി ലാൻഡ് ഉണ്ടായിരുന്നു. അത് 100 കോടി രൂപയ്ക്ക് നമ്മൾ വിറ്റു. നമുക്ക് ക്യാഷായിട്ടാണ് പേയ്മെൻറ്റ് കിട്ടിയത്. നമ്മളത് ബാങ്കിൽ, അത് ഒത്തിരി ലീഗൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നവിടെ ക്യാഷായിട്ട് പേയ്മെൻറ്റ് എല്ലാം അതല്ല, ചെക്കല്ല, ബാങ്ക് ട്രാൻസ്ഫർ, അതൊക്കെ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ. അപ്പം നമ്മൾ ഈ ക്യാഷുമായിട്ട് നമ്മൾ വലിയ ബാഗ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുന്നു. നമ്മൾ ഡെപ്പോസിറ്റ് വലിയ സന്തോഷത്തോടെ ചെല്ലും. അപ്പോൾ അവർ ഇതെടുത്ത് കൗണ്ട് ചെയ്യാനും ഇതൊക്കെ ചെക്ക് ചെയ്യാനും കൂടെ അവരുടെ മെഷീനിൽ ഇത് ചെയ്തു. മെഷീൻ കയറ്റി അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവർ പറയുക, നിങ്ങൾ കൊണ്ടുവന്ന് 100 കോടി രൂപയില്ല, വെറും 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഒറിജിനൽ നോട്ടും, ബാക്കി മുഴുവൻ ഫേക്ക് നോട്ട്, അല്ലെങ്കിൽ കള്ളപ്പണമല്ല, കള്ളനോട്ട്, നല്ല ഒറിജിനൽ വ്യാജം, അല്ലെങ്കിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. എൻ്റെ കസിൻ പറയുന്നത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലേക്കാൾ വെല്ലുന്നതാണ്. നമുക്കെന്തു ഈ 100 കോടി രൂപ ഇനി ജീവിതത്തിൽ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട, സ്വസ്ഥമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അടിച്ചുപൊളിച്ച് ജീവിക്കാം, മക്കൾക്കുള്ളത് 2 തലമുറക്കുള്ളതൊക്കെ ആയി എന്നൊക്കെ സന്തോഷിച്ച് സമാധാനിച്ച് വലിയൊരു നേട്ടം കൊയ്ത സന്തോഷത്തിൽ നമ്മൾ കൊണ്ട് ഇത് ഏൽപ്പിച്ചു. നമ്മുടെ ഡീലെല്ലാം കഴിഞ്ഞായിരുന്നു. ഇനി അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ബാങ്ക് പറഞ്ഞത്, ഈ 100 കോടി രൂപയിൽ വെറും 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നല്ല നോട്ട്, ബാക്കി മുഴുവൻ കള്ളനോട്ട, കത്തിച്ച് കളയേണ്ടി വരും, കേസും ഉണ്ടാവും. നമുക്കെന്തോ കുഴപ്പമില്ല. കാരണം നമുക്കിത് തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം അതുപോലത്തെ ഒറിജിനൽ സാധനം നമ്മളെല്ലാം ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കിയതാണ്. പക്ഷെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പല കള്ളനോട്ടുകളും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാം. പിന്നെ അതുപോലെ എക്സ്പേർട്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ മെഷീനിൽ കൂടെ ഒക്കെ നോക്കുമ്പോഴൊക്കെ പിടി കിട്ടും. എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ വയ്യാതെ? നമുക്കതിനുള്ള പരിജ്ഞാനമില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ല. മെയിനായിട്ടൊരു കാര്യം, കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നല്ലതും ചീത്തയോടെ കണ്ടാൽ തിരിച്ച് നമുക്ക് അറിയത്തില്ല, കാരണം അത്രയും സാമ്യമാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, ഇതുപോലെയാണ് നമ്മൾ അവസാനം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തെന്ന് വിചാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ഒത്തിരി സൽപ്രവൃത്തികൾ, നമ്മൾ ആത്മീയരാണെന്ന് കരുതി നമ്മൾ ചെയ്ത ദാനകർമ്മങ്ങൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇതെല്ലാമായിട്ടായിരിക്കും നമ്മൾ കർത്താവിന് മുമ്പിൽ ചെല്ലും. ഇപ്പോൾ കർത്താവ് ഇത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് കർത്താവ് നമ്മളോട് പറയും, നീ ചെയ്തതിൽ 95% അത് നീ നിൻ്റെ ജഡത്തിൽ, അല്ലെങ്കിൽ നിൻ്റെ സോളിൽ, അല്ലെങ്കിൽ സോളിഷ് ആയതുകൊണ്ട് ചെയ്തു. ഒരു 5% മാത്രമേ ഉള്ളൂ സ്പിരിച്വൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിൽ ഒറിജിനലി എൻ്റെ ഇഷ്ടം നീ ചെയ്തെന്ന് പറയുന്നത് ഒരു 5% ഉള്ളൂ. ബാക്കി 95%ഉം നീ ഓർത്തു ആത്മീയ കാര്യങ്ങളാണ്. മറ്റേ നമ്മൾ ഓർത്ത് ഒറിജിനൽ നോട്ടാണെന്ന് ഓർത്താണ് ഈ 100 കോടിയും കൊണ്ട് കൊടുത്തത്. ബാങ്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത്, ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത് 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അവസാനം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അത് നമ്മൾ കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ തീയിലെന്ന പോലെ കടത്തിവിട്ട് പരിശോധിക്കും. അന്നേരം സ്വർണ്ണമാണോ വെള്ളി കൊണ്ടാണോ വിലയേറിയ കല്ലുകളാണോ
തടിയാണോ വൈക്കോലാണോ മണ്ണാണോ എന്നൊക്കെ അന്നേരം വെളിപ്പെടും. അന്നേരമാണ് നഷ്ടം സഹിക്കേണ്ടി വരും. പക്ഷെ തീയിൽ കൂടെ എന്ന പോലെ ആ ആള് രക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടും. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന മുഴുവൻ ഫേക്ക്, അല്ലെങ്കിൽ സ്വർണവും വെള്ളിയും സ്റ്റോണും ഒന്നും അല്ലായിരുന്നു, ഒറിജിനൽ അല്ലായിരുന്നു, ഇൻഫീരിയർ മെറ്റീരിയൽസാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഇന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും നമ്മൾ ആത്മീയരാണെന്ന്, അല്ലെ മറ്റ് ചേർച്ചസ് കാണുമ്പോൾ നമ്മൾ ഓർക്കും അവിടെ ഭയങ്കര ആത്മീയമായിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലതും സോളിഷ്, പണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, സോളിഷ് ആൻഡ് സ്പിരിച്വൽ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ സോളിഷ് ആണ്, സ്പിരിച്വലാണ്, രണ്ടും തമ്മിൽ ഭയങ്കര സാമ്യമാണ് കേട്ടോ. ഈ ഫ്രൂട്ട് ഓഫ് ദ സോളും ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരുപോലെ ഇരിക്കും. കള്ളനോട്ടും നല്ല നോട്ടും നമ്മൾ തിരിച്ചറിയാൻ വയ്യാത്ത പോലെ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ ഇരിക്കും. കാരണം നമുക്ക് സോളിലും, അല്ലെങ്കിൽ സോൾ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ബുദ്ധി, അല്ലെങ്കിൽ എൻ്റെ കഴിവ്, എൻ്റെ ഡിസിസീവ് പവർ, എൻ്റെ ഇമോഷൻസ്, ഇതെല്ലാം സോളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, അങ്ങനെ അദ്ദേഹം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹം ഔട്ടർ കവറിങ്, ദേഹി എന്ന് പറയുന്നതാണ് നമ്മുടെ മൈൻഡൊക്കെ ഇരിക്കുന്ന സോൾ. മൈൻഡ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഡിസിസീവ് പവർ, അതായത് വിചാരങ്ങൾ, ഈ തീരുമാനങ്ങൾക്കുള്ള ശക്തി, മൈൻഡ് പവർ, അതൊക്കെ സോളിൽ. പിന്നെയാണ് ആത്മാവ്, അകത്ത്, നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ബാക്കി അടുത്ത കഥ